ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പോപ്കോണാണ്. ഒരു നല്ല വെറൈറ്റി ഡിഷ്. ചിക്കൻ പോപ്കോണിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/4 കിലോ ചിക്കനാണ്. ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പോപ്കോണിന് വേണ്ടിയുള്ള ചെറിയ പീസാണ്. അതുപോലെ നമുക്ക് ഡാർക്ക് സോയ സോസ് അതൊരു സ്പൂൺ വേണ്ടി വരും. പിന്നെ നമുക്ക് വിനീഗർ വേണം 1 സ്പൂണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്. കോൺഫ്ലവർ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ പെപ്പർ പൗഡർ 1 സ്പൂണ്. ഉപ്പ് ആവശ്യത്തിന് 1 സ്പൂൺ നമുക്ക് കാശ്മീരി മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നമുക്ക് മൈദയുണ്ട്. 1/2 കപ്പ് നമ്മുടെ ബ്രെഡ് ക്രംബുണ്ട്. അത് ബ്രെഡ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിന് എണ്ണ. ആദ്യം നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ജിഞ്ചർ ഗാർലിക്സ് പേസ്റ്റ് ഇടുക. കോൺഫ്ലവർ, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടിയുടെ പകുതി എടുക്കുക. പകുതി നമുക്ക് കവറിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഉപ്പ് ഒരു 1/2 സ്പൂൺ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിനീഗർ 1 സ്പൂൺ വയ്ക്കാം. അതുപോലെ ബ്ലാക്ക് സോയാസ് ഒരു സ്പൂൺ വയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഇതിങ്ങനെ വെച്ചേക്കാം. അതൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ എടുക്കും. ശരി, അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പോപ്കോണിനൊക്കെയുള്ള കവറിങ് നമുക്ക് ശരിയാക്കി വെക്കാം. ആദ്യം മൈദാപ്പൊടി, പിന്നെ ബ്രെഡിൻ്റെ പൊടിച്ചത്, മുളക് പൊടി അധികം ഇടണ്ട. പിന്നെ ബാക്കിയുള്ള കുരുമുളക് പൊടി അതുകൊണ്ട് ഇട്ടേക്കാം. പിന്നെ ഇതിന് വേണ്ടുന്നതായ ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. അത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് മുക്കി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. നല്ലപോലെ കോട്ട് ചെയ്ത് ഇപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായി. അപ്പം നമ്മൾ തീ ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇടാനില്ലെങ്കിൽ കരിഞ്ഞു. എണ്ണയിലേക്ക് ഇടുകയാണ്. വലിയ തീ ആയിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് അല്പസമയം എടുത്ത് നമുക്കിത് വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിവിടെ കിടക്കണം. നമ്മുടെ ചിക്കൻ പോപ്കോൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം.